നമ്മൾ ഇന്ന് പോകുന്നത് ഒരു യാത്രയ്ക്കാണ്. ജീസസ് യൂത്തിലെ ഒരു പറ്റം യുവാക്കൾ തങ്ങളുടെ ദൈവവിളിയുടെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നു. ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെല്ലാം വിളിക്കുന്നുണ്ടല്ലോ. ഇവർ എങ്ങനെയാണ് ഈശോയുടെ വിളി കേട്ടതെന്നും അതിനവരെങ്ങനെ റെസ്പോണ്ട് ചെയ്തെന്നും അവരുടെ വിശേഷങ്ങൾ അറിയാനാണ് ഈ യാത്ര. അവർ വല്ലാർപാടത്ത് വെയിറ്റ് ചെയ്യുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട്. നമുക്കും ചെല്ലാം, അവരുടെ വിശേഷങ്ങൾ കേൾക്കാം. പോകാം. ഒത്തിരി സന്തോഷം കേട്ടോ നമ്മള് വീണ്ടും കണ്ടുമുട്ടുന്നതിന്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛന്മാരെ ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ? എൻ്റെ പേര് കാരൽ എന്നാണ്. ഫാദർ കാരൽ, CMI. ഞാൻ CMIയുടെ കൊച്ചി തിരുഹൃദയ പ്രവിശ്യയിലെ അംഗമാണ്. പപ്പ ചേച്ചിക്ക് അറിയായിരിക്കും, പപ്പ KK ജോസഫ്, മമ്മി കൊച്ചു റാണി. അവർ ജീസസ് യൂത്തിലും കരിസ്മാറ്റിക്കിലും ആക്റ്റീവാണ്, ലീഡേഴ്സാണ്. ഞാൻ JY കിഡാണ്. ഞങ്ങൾ ചേച്ചിയും ഫാമിലിയായിട്ട് അവിടെ കോഴിക്കോട് സെറ്റിൽഡാണ്. അവർ വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ രാജഗിരി കളമശ്ശേരി പ്രൊവിൻസിൻ്റെ യുവനിർമ്മിതി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ യൂത്തിനും ടീൻസിനും ടേക്ക് കെയർ ചെയ്യുക, വൊക്കേഷൻ പ്രൊമോഷൻ നടത്തുക, അടുത്ത വർഷം സെമിനാരിൽ ചേരാനുള്ളവരെ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. സൂപ്പർ. എൻ്റെ പേര് ജെറിൽ, വീട് പുല്ലുവഴി. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, പിന്നെ എനിക്ക് താഴെ 2 പെങ്ങന്മാരുണ്ട്. 2 പേരും മാരീഡാണ്. പപ്പയുടെ പേര് ടോമി, മമ്മിയുടെ പേര് വത്സ. 2 പേരും റിട്ടയേർഡ് എംപ്ലോയീസ് ആണ്. ഞാനിപ്പോൾ ഉള്ളത് ഞാനും ഈ CMI സഭയിൽ കൊച്ചി തിരുഹൃദയ പ്രൊവിൻസിൻ്റെ പാർട്ടായിട്ടാണ്. ഞങ്ങൾ ഒരുമിച്ചാണ്, സെയിം പ്രൊവിൻസ് ആണ്. ഇപ്പോൾ ഞങ്ങൾ 2 പേരും ഒരു ബിൽഡിങ്ങിലാണ്, ഞങ്ങൾ ഒരു ഹൗസിലാണ്. ഞങ്ങളുടെ കൊച്ചി ഉത്തരവാദിത്തപ്പെട്ട മേഖല. അതെ അതെ, ഞാൻ വേറെ മേഖലയാണ്. ഇപ്പോൾ കേരളച്ചൻ യുവനിർമ്മിതി ഇതിൽ വൊക്കേഷൻ പ്രൊമോഷൻ അതിൻ്റെയൊക്കെ പാർട്ടാണെങ്കിൽ ഞാൻ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛൻ്റെ സെക്രട്ടറിയാണ്. പ്ലസ് നമ്മുടെ അവിടുത്തെ കളമശ്ശേരി സോഷ്യൽ പള്ളി എന്ന് പറയുന്ന സെൻറ്റ് ജോസഫ് പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയും കൂടിയാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറെ ഉണ്ട്. എൻ്റെ പേര് ഫാദർ അഖിൽ പീറ്റർ എന്നാണ്. ഞാൻ സീറോ മലങ്കരയിലെ പാറശാല രൂപത അംഗമാണ്. ഞാൻ നിലവിൽ ബാലരാമപുരം എന്ന് പറയുന്ന പ്രദേശത്ത്, തിരുവനന്തപുരത്ത് തന്നെ ബാലരാമപുരം എന്ന പ്രദേശത്ത് ഒരു സ്കൂളിൽ സഹായിക്കുന്നുണ്ട്. 3 പള്ളികളുടെ സഹവികാരിയായിട്ട് സേവനം ചെയ്യുന്നുണ്ട്. ഞാൻ വീട്ടിൽ പപ്പ, അമ്മ, പെങ്ങളാണുള്ളത്. പപ്പയുടെ പേര് മധു, അമ്മയുടെ പേര് അനിത, പെങ്ങളും പെങ്ങളുടെ കുഞ്ഞും. നിലവിൽ അത്രയും പേരാണ് വീട്ടിലുള്ളത്. നിങ്ങൾ 3 പേരും വളരെ ആക്റ്റീവായി ജീസസ് യൂത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തവരാണ്. ഒത്തിരി പേർ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വന്ന് ദൈവവിളി സ്വീകരിച്ച് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഈ വർഷം തന്നെ 8ഓളം പേർ ദൈവവിളി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണല്ലേ? തീർച്ചയായും. അപ്പോൾ ഈ ഒരു യാത്രയിൽ തീർച്ചയായും നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഇവിടെ നമ്മൾ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ അനുഗ്രഹമൊക്കെ കിട്ടി. അപ്പൊ അമ്മയ്ക്ക് സന്തോഷമാവാൻ നല്ലൊരു പാട്ടൊക്കെ പാടി നമുക്ക് നമ്മുടെ യാത്ര. സത്യം പറഞ്ഞ ഒരു ബ്ലെസ്ഡ് മൊമെന്റും കൂടിയാണ്. ചേച്ചി പാട്ട് പാടുന്നതിന് മുമ്പ് ഒരു കാര്യം, സ്നേഹമുള്ളവരെ നമ്മുടെ കൂടെ ഉള്ളത് ടീന ചേച്ചിയാണ്. ടീന ചേച്ചി ആക്ച്വലി ഒരു റിനൗണ്ട് സിംഗറാണ്. നമ്മുടെ കുറേ പാട്ടുകൾ, എന്തൊരു അത്ഭുതമാം, അല്ലെങ്കിൽ ക്രൂശിതന് ഉദ്ധിതനെ. പക്ഷെ ചേച്ചി പഠിച്ചുകൊണ്ടിരിക്കുന്ന പാടത്ത് ഒരു വാക്ക് ചൊല്ലാൻ. അപ്പം ഇത് ഞങ്ങൾക്കൊരു ബ്ലെസ്ഡ് മൊമെന്റ് ആണ്. ചേച്ചി വിശേഷങ്ങൾ കേൾക്കാനാണ് വന്നത്. പാടുന്നത് ചേച്ചിയാണ്, ഞങ്ങൾ കൂടെ നമ്മൾ ഒരുമിച്ച് മാതാവിന്റെ അല്ലെ? അമ്മ ഇവിടെ ഉണ്ണിയെ പിടിച്ചോണ്ടിരിക്കുക. നമുക്കും അവരെ സ്തുതിച്ചുകൊണ്ട് അച്ഛാ തുടങ്ങുമ്പോ അമ്മേ മാതാവേ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ?
അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ? അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? ആവേ മറിയ, സൂപ്പർ. മരിയ. അമ്മയ്ക്ക് നല്ല സന്തോഷമായി കാണും. അപ്പൊ ഇന്ന് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ നമുക്ക് ഈ യാത്ര ഒന്ന് ആരംഭിക്കാം. ഈശോയുടെ ശിഷ്യന്മാരെ വിളിച്ചത് ഒരു കടൽ തീരത്താണല്ലോ, അപ്പൊ നമുക്കും ചെല്ലാം ഒരു കടൽ തീരത്ത്, നമ്മുടെ സുന്ദരമായ വൈപ്പിൻ തീരത്തേക്ക് ചെന്ന് ഈശോയുടെ ഈ ഒരു ദൈവവിളി നിങ്ങൾ എങ്ങനെ കേട്ടു എന്നും നിങ്ങൾ എങ്ങനെ ആ വിളിക്ക് ഉത്തരം കൊടുത്തു എന്നും ആ വിശേഷങ്ങൾക്ക് അറിയാം. നമുക്കും പോവാം ഒരു യാത്ര. അപ്പൊ ശരി. I'm trading my sorrows, I'm trading my shame, I'm laying them down for the joy of the Lord. I'm trading my sickness, I'm trading my pain, I'm laying them down for the joy of the Lord. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി ഈ വൈപ്പിൻ തീരത്ത് എത്തി. നിങ്ങളെല്ലാവരും ഈശോയ്ക്ക് യെസ് പറഞ്ഞവരാണല്ലോ. ആ യെസ്സിന്റെ കഥയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കേരള അച്ഛ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് യു. ഓക്കെ, എനിക്ക് കൊച്ചിലെ മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ കൊച്ചിലെ ഉള്ള ആഗ്രഹത്തിൻ്റെ ഒരു കീ ഫാക്ടറൊക്കെ ഇങ്ങനെ അച്ഛന്മാരെ കാണുന്നു, ബാസ്കറ്റ് ബോൾ കാണുന്നു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ആദ്യം ഒരു 6ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ. അത് കണ്ടിട്ടായിരുന്നു ആദ്യം അങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു അച്ഛനാവണമെന്ന്. അപ്പോൾ പേരൻസ് പറഞ്ഞു ഇങ്ങനെ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ അന്നേ പറയുമായിരുന്നു. അപ്പം 10th വെച്ചുള്ള ആഗ്രഹം അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി അതങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ നോർമലി 9ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം ഒരു ആഗ്രഹത്തോടെ ഒരു GC യൂത്തിൻ്റെ പ്രോഗ്രാമൊക്കെ കൂടുന്നത്. മഞ്ഞാലിയിൽ വെച്ചൊക്കെ ആയിരുന്നു. അവിടെ വെച്ചാണ് ഒരു പേഴ്സണൽ ഒരു എൻകൗണ്ടർ എന്നൊക്കെ പറയാം, ഈശോയായിട്ട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനും അങ്ങനെ ഒരു പേഴ്സണൽ ഇനിഷ്യേറ്റീവ് തുടങ്ങി. മറ്റേ പേരൻസിലൂടെ പോയി അങ്ങനെ തുടങ്ങി. അതിങ്ങനെ വളർന്നു. പതുക്കെ ഈ ബാസ്കറ്റ് ബോളിൽ നിന്നും എൻ്റെ റീസൺസൊക്കെ മാറി മാറി ഇവോൾവ് ആയി വരാൻ തുടങ്ങി. അവസാനം സ്കൂൾ നടന്നു, കോളേജ് നടന്നു. അപ്പോൾ സ്കൂളിലും കോളേജിൽ വെച്ച് ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് അത്യാവശ്യം എല്ലാവരോടൊക്കെ പറയുമായിരുന്നു ഇങ്ങനെ അച്ഛനാവാനാണ് ആഗ്രഹം എന്നൊക്കെ. കുറച്ച് ടീച്ചേഴ്സിനൊക്കെ അറിയായിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പം കോളേജിൽ വെച്ച് സ്കൂളിൽ വെച്ചിട്ടാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് എഞ്ചിനീയറിംഗിന് മുമ്പ് വേണമെങ്കിൽ അച്ഛന് ആ ദൈവവിളിക്ക് പോകാമായിരുന്നു. ഡിഗ്രി കഴിഞ്ഞെന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ഇഷ്ടമായത് കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. എഞ്ചിനീയറിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത്. അപ്പം ഞാൻ പ്ലേസ്മെൻറ്റിന് ഇരിക്കാണ്ട് ഇങ്ങനെ നിൽക്കുമ്പം സാറ് പറയുമായിരുന്നു പ്ലേസ്മെൻറ്റ് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഐ ഗോട്ട് പ്ലേസ്ഡ് ഇൻ ടു ഹയർ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പ്ലേസ്മെൻറ്റ് ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു, CMIയുടെ തന്നെ കാക്കനാട്. അന്നേ ഒരു CMI കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു. തീർന്നു. നെക്സ്റ്റ് ഡേ ഞാൻ സെമിനാരി ചേർന്നു എന്നുള്ളതാണ്. ജൂലൈ 4th ലാസ്റ്റ് എക്സാം. 2016 ജൂലൈ 5th ഞാൻ ഒരു ഫൈനൽ കൺവിക്ഷനിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ക്ലിങ്ങിങ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ കുർബാനയായിരുന്നു, വിശുദ്ധ കുർബാനയായിരുന്നു. ആക്ച്വലി ആ ബാസ്കറ്റ് ബോളൊക്കെ മാറി തിരിച്ചു വന്നത്. അപ്പം വിശുദ്ധ കുർബാനയോടൊപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഈശോയോടൊപ്പം എന്താ പറയുക കരയാനും ഈശോയോടൊപ്പം ചിരിക്കാനും ഈശോയോടൊപ്പം സംസാരിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടൂള് വിശുദ്ധ കുർബാനയായിരുന്നു. കുർബാനയോടുള്ള സ്നേഹം വളർന്നാണ് എനിക്ക് അച്ഛനാവാനുള്ള അതാണ്. അപ്പം ജീസസ് യൂത്ത് ഒരു പക്ഷേ താങ്കൾക്കൊരു ബേസ്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. ഒരു പേഴ്സണൽ ഗോഡ്സ് ഈശോയായിട്ടുള്ള സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ജീസസ് യൂത്ത് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും ഈശോയായിട്ടുള്ള റിലേഷൻഷിപ്പ് പറയുമ്പോൾ നമുക്ക് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പായിട്ട് പറയുമ്പോൾ അതിൻ്റെ പൈങ്കിളി ഫാക്ടറിനെക്കാട്ടും കൂടുതൽ അതിൻ്റെ ക്വാളിറ്റി ഫാക്ടേഴ്സ് എപ്പോഴും ഈശോയുടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം കരയാൻ, അല്ലെങ്കിൽ ചിരിക്കാൻ, അല്ലെങ്കിൽ വഴക്കുപിടിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ പറയാൻ, കുറച്ച് നേരം ലോങ് ഡിസ്റ്റൻസിലായിരിക്കാൻ, ചിലപ്പോൾ ചീറ്റ് ചെയ്യാൻ, പക്ഷെ എന്നിട്ട് തിരിച്ചു വരാൻ, എല്ലാ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലുള്ള എല്ലാ ഫാക്ടേഴ്സും നമുക്ക് ഈശോ ആയിട്ട് ഡയറക്റ്റ്ലി ഒരു പക്ക ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്. ഞാനെപ്പോഴും എൻ്റെ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു മെറ്റഫർ ഇട്ട് പറയും. അത് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്രിഞ്ച് ഫാക്ടറിനെക്കാട്ടും കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുക അതിൻ്റെ ഒരു ക്വാളിറ്റി റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമുക്ക് വഴക്ക് പിടിക്കാനും നമുക്ക് എല്ലാ കരയാനും സ്നേഹിക്കാനും കെട്ടിപ്പിടിക്കാനും തള്ളി മാറ്റാനൊക്കെ ആയിട്ട് ഈശോ ഫ്രീഡം
ഹീസ് മൈ അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ്. ഇത് അൾട്ടിമേറ്റ്ലി ഇത് വളരെ ഒരു എല്ലാവരെയും സംബന്ധിച്ച് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്ന് കൂടെ തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെമിനാരിയിലേക്ക് വന്നു കഴിയുമ്പോഴാണെങ്കിലും അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ടൈം ടേബിൾ ഉണ്ട്, എല്ലാവരും പോകുന്ന ഒരു സിസ്റ്റം. പൊതുവെ ജനങ്ങളൊക്കെ വിചാരിക്കുന്നത് ഈ സെമിനാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടൈറ്റ് ആണ്, ഫുൾ ടൈം പ്രാർത്ഥനയാണ്, ബോറടിയാണ്. പക്ഷേ എന്നാലും ഞാൻ പറയുന്ന ടൈം ടേബിൾ ഉണ്ട്. കാരണം എല്ലാവരും ഉള്ള ഒരു ഇതാണല്ലോ. അപ്പോൾ ഈ ടൈം ടേബിളിൻ്റെ ഇടയിലും നമുക്ക് പേഴ്സണലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, പേഴ്സണലായിട്ടൊരു സ്പിരിച്വാലിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഓൾറെഡി JY ഫൗണ്ടേഷൻ ഞങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ ഓൾ അവർ ആക്ടിവിറ്റീസ് ഹൗ ക്യാൻ വി പേഴ്സണലി റിലേറ്റഡ് ടു ജീസസ്, അങ്ങനെ ഒരു സാധനം ജീസസിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാനും ഇതുപോലെ തന്നെ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് സെമിനാരിയിലേക്ക്, അതും CMI കോൺഗ്രിഗേഷനിൽ വന്ന ആളാണ്. ഞാനും കാരളും സെമിനാരിയിൽ വരുമ്പോഴാണ് ഒരുമിച്ച് കാണുന്നത്. പക്ഷെ അതിന് മുമ്പ് പല വേദികളിൽ ഒരുമിച്ചുണ്ടായിട്ട്, അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴാണ് അത് ഗോഡ്സ് പ്ലാൻ ആയിട്ട്. ഇതൊരു മാതിരി നമ്മൾ ഈ ലോകത്ത് എവിടെ പോയാലും മലയാളികളെ കാണുന്നവന് എവിടെ പോയാലും ജീസസ് യൂത്തുകാരെ കാണും. അയ്യോയോ നമ്മുടെ പാട്ടുകളും എല്ലാം. അതെ അതെ. പക്ഷെ സെയിം പ്രൊവിൻസിൽ സെയിം കോൺഗ്രിഗേഷനിൽ തന്നെ വരാൻ സാധിച്ചെന്നുള്ളത് ഗോഡ്സ് പ്ലാൻ ആണ്. അപ്പോൾ എൻ്റെ ഒരു വിളിയെ ഞാൻ നോക്കി കാണുമ്പോൾ എപ്പോഴും അതിനെ ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഒരു വചനം പെട്ടെന്ന് ഓർമ്മ വരികയാണ്. അത് ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വാട്സാപ്പിൽ ഈ എബൌട്ട് എന്ന് പറയുന്ന ഒരു സംഭവം എഴുതും. ഞാൻ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഞാൻ മാറ്റാതെ വെച്ചേക്കുന്ന ഒരു ടാഗ് ലൈൻ ഇതാണ്: ഫോർ ഹി ഹാസ് ഗോട്ട് പെർഫെക്റ്റ് പ്ലാൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ദൈവവിളിയെ പറ്റി പറയുമ്പോൾ ദൈവത്തിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ടെന്ന് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യക്തി ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ എൻ്റേതായ പ്ലാൻസ് ഒത്തിരി ഇട്ടിട്ടുണ്ട്, പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ പ്ലാനുകളൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട്, അതിലും അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാൻ എപ്പോഴും കർത്താവിൻ്റെതാണ്. അങ്ങനെ തന്നെയാണ് എൻ്റെ ദൈവവിളി. 10 കഴിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ചു സെമിനാരിയിൽ ചേരണം. പക്ഷെ അന്ന് എൻ്റെ പപ്പയും മമ്മിയും പറഞ്ഞു, ഓക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് പോകാം. +2 കഴിഞ്ഞപ്പോൾ പക്ഷേ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സെമിനാരി പോകാനുള്ള ഒരു ആഗ്രഹം തോന്നിയില്ല. കാരണം അതെ, അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ +1 +2 പഠിച്ചപ്പോൾ എനിക്ക് കൊള്ളാം, പഠിത്തം കൊള്ളാം. അപ്പോൾ എനിക്ക് മാത്സ് ഫിസിക്സ് ഒക്കെ എനിക്ക് ഒരു ഇൻട്രസ്റ്റഡ് ആയി. അപ്പം ഞാൻ അങ്ങനെ ബുദ്ധിയായിട്ടല്ല എനിക്ക് ആ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യണതൊക്കെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാൻ ചുമ്മാ എൻട്രൻസ് ഒക്കെ എഴുതി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഓൾ ഇന്ത്യയുടെ ഒരു എൻട്രൻസ് കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത് NIT കാലിക്കറ്റിലാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ടാണ്. കാരണം ഞാൻ സ്വപ്നം കാണാത്തൊരു ലോകമാണ് എനിക്ക് കാലിക്കറ്റ് സമ്മാനിച്ചത്, NIT കാലിക്കറ്റ് സമ്മാനിച്ചത്. കാരണം ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ്, ഔട്ട് ഓഫ് ദ കൺട്രി. അപ്പോൾ ദൈവത്തിൻ്റെ അതൊരു പ്ലാനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറും ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. അവിടെയാണോ അച്ഛൻ്റെ എൻകൗണ്ടർ? എൻ്റെ ജീസസ് യൂത്തിൻ്റെ എൻകൗണ്ടർ അവിടെയാണ്, NIT ക്യാമ്പസിലാണ്. NIT ക്യാമ്പസിൽ. അപ്പോൾ കുറേ നല്ല ചെറുപ്പക്കാർ അവരുടെ പഠനത്തിന്, അവർ ശരിക്കും നല്ല പഠിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവരുടെ പഠനത്തോടൊപ്പം തന്നെ അവർ ഈശോടൊപ്പം എങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പഠിത്തത്തെ കൊണ്ടുപോകാം, കളിക്കാം, വർത്താനം പറയാം, ചിരിക്കാം, കളിക്കാം, ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ അങ്ങനെ ഡീൽ ചെയ്യുന്നത് കാണുമ്പോൾ അതൊരു സ്പെഷ്യൽ, എനിക്ക് ഭയങ്കര നല്ല സ്പിരിച്വാലിറ്റി ആയിട്ട് തോന്നി. പിന്നെ അവർ ജീവിതത്തിൻ്റെ 24 hours അങ്ങനെ ഈശോയുടെ കൂടെ ജേണി ചെയ്യുന്നത്, അതെനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതോടൊപ്പം തന്നെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടും തോന്നി. നമ്മുടെ ലൈഫ് എന്തുകൊണ്ട് അങ്ങനെ നയിച്ചുകൂടാ? ശരിക്കും ഒരു ഫെലോഷിപ്പ് ആണ്. അതെ അതെ, നല്ല എൻ്റെ ദൈവവിളിയുമായി ബന്ധപ്പെട്ടും ഈ ഒരു കാര്യം റിലേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കരമായിട്ട് പറ്റും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവാനിയോസിൽ ജീസസ് യൂത്ത് ക്യാമ്പസ് വഴിയാണ് ഞാൻ ദൈവവിളിയിലോട്ട് കിടക്കുന്നത്. അവിടെ ഇതുപോലെ കുറേ ചിരിക്കുന്ന, ഞാൻ മാറിവാനിസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം മാറിവാനിസ് എത്തുന്നു, ജീസസ് യൂത്തിനെ പറ്റി കേൾക്കുന്നു. ജീസസ് യൂത്തിനെ പറ്റി കേട്ടതും ഈശോ ദൈവവിളിയിലോട്ട് ഒരുക്കുന്ന വഴി ഭയങ്കര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടന്ന പല കാര്യങ്ങളാണ് ശരിക്കും. അതെ, ഈശോ ആയിട്ട് എൻകൗണ്ടർ ചെയ്തു. പക്ഷേ മാറിവാനിസിൽ ജീസസ് യൂത്തിനെ പറ്റി കേൾക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പള്ളിയിലുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിനാണ്. MCOമിൽ ഒരു ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു പ്രോഗ്രാമിന് വേണ്ടി അവർ ആ ക്യാമ്പസിലുള്ള കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് അവരതിനെ കൊണ്ട് വിറ്റ് കുറേ പൈസ കണ്ടെത്തി ആരും പറയുന്നുണ്ടായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി അവർ അവിടുത്തെ വേസ്റ്റ് പോലും പറക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞത് അപ്പോഴാണ് ജീസസ് യൂത്ത് എന്ന് പറയുന്ന മൂവ്മെന്റിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പം എൻ്റെ സ്വാഭാവികമായിട്ട് ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പോയി ഞാൻ സ്വാഭാവികം എൻ്റെ ഇതനുസരിച്ചിട്ട് ഞാൻ പോകാൻ വഴിയുള്ള, ഞാൻ അന്വേഷിച്ച് പോകത്തുമില്ല. 3 വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യം അറിയത്തുപോലുമില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ട്, കേട്ടതുകൊണ്ട്, പരിചയമുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, അവരോട് പോയി ചോദിച്ചു. അങ്ങനെയാണ് പതുക്കെ അവരിലോട്ട് ജീസസ് യൂത്തിലോട്ട് എത്തുന്നത്. അവിടെ കണ്ടത് ഇത് പറഞ്ഞ പോലെയുള്ള അനുഭവമായിരുന്നു.
നമ്മളെ സീനിയേഴ്സ് ഒന്നും ഒരു പരിധിയില്ലാതെ നമ്മളെ സ്നേഹിക്കുകയും അവരുടെ ചിരിയിലൊക്കെ എന്തൊക്കെ ഒരു Family അല്ലേ? അതെ അതെ എനിക്ക് തോന്നുന്നു ഇവരെവിടെയാണെങ്കിലും ഈ കൈ ഒരുമിച്ച് പിടിച്ച് പ്രൊട്ടക്ടിങ് എല്ലാവരെയും കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു അതിന്റെ നടുക്ക് ശരിക്കും ഈശോ ഉണ്ട്. അത് ഈശോ പറയുന്നല്ലോ മാത്യു 18:20 2 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. അപ്പൊ ശരിക്കും ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ സെന്ററിൽ ശരിക്കും ഈശോ ഉണ്ട്. ശരിക്കും എല്ലാ റിലേഷൻസും ഈശോയിൽ കൂടെ വേണമെന്നാണ്. ഒരു ദാമ്പത്യമാണെങ്കിൽ അതെ 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 സ്ത്രീ ടു ഗെറ്റ് മാരീഡ്. കോളേജ് നോക്കുമ്പോഴും എവരിവെയർ ജീസസ് യൂത്തിന്റെ ആ ഒരു ഫാക്ടർ എവിടെ കൊണ്ടുവന്ന ഫെലോഷിപ്പ്, ആ ഗ്യാതറിംഗ്, അത് ഈശോയിലേക്ക് നയിക്കുന്നുണ്ടായിരുന്നു. ചായ കുടിയാണെങ്കിലും സിനിമ ആണെങ്കിലും ഞങ്ങളുടെ സമയത്ത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഒരു പക്ഷേ ഇന്നത്തെ യുവാക്കൾക്ക് ഈ ഈശോ ഒഴികെയുള്ള ബാക്കി ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. ചായ പൊടിയുണ്ട്, ബാസ്കറ്റ്ബോൾ കളിയുണ്ട്, കളിയുണ്ട്, ചിരിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈശോ എന്നൊരു ഫാക്ടർ അവിടെ വരുന്നത് ഈ ഗ്യാതറിംഗിൽ ശരിക്കും ഈശോ ഉള്ളിടത്താണ് അതിന്റെ ബ്യൂട്ടി ഇരിക്കുന്നത്. ഈ സെലിബ്രേഷനിലൂടെ ഈശോനെ അനുഭവിക്കാൻ ഒരു ചലഞ്ചാണ് ആക്ച്വലി. നമ്മൾ പലപ്പോഴും അത് ചിലപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ മറന്നും പോകും. പക്ഷേ വെൻ യു ആർ സെലിബ്രേറ്റിംഗ് ലൈഫ്, യു ആർ സെലിബ്രേറ്റിംഗ് ക്രൈസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈശോനെ ശരിക്കും ഒരു പ്രിയനായിട്ട് കൊണ്ടു നടക്കാൻ ജീസസ് യൂത്ത് മൂവ്മെന്റിന്റെ ഫെലോഷിപ്പും സെലിബ്രേഷനും ഞങ്ങൾക്ക് ആ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെലിബ്രേഷൻ മോഡിൽ തന്നെ നമുക്കൊരു പാട്ടും കൂടെ ആവാം. ഒരു പാട്ടും കൂടെ പാടാം. ഒരു പാട്ട് നമുക്ക് പ്രിയനാണെന്നുള്ള ഒരു പാട്ടും തന്നെ പാടാം. അടിപൊളി, ഞാൻ കേൾക്കാം. കൂടെ പഠിച്ച് ഒരു കൈ പിടിച്ചു നോക്കാം. ഓക്കെ. ഞാൻ എൻ്റെ പ്രിയന്റെ മുഖം കാണുന്നു, അവനോട് എനിക്കേറ്റം പ്രിയമാകുന്നു. ഞാൻ എൻ്റെ പ്രിയന്റെ മുഖം കാണുന്നു, അവനോട് എനിക്കേറ്റം പ്രിയമാകുന്നു. പോകുന്നു ഞാൻ എൻ്റെ പ്രിയന്റെ കൂടെ, ചാരുന്നു ഞാൻ എന്നും പ്രിയന്മാർവതിൽ. പോകുന്നു ഞാൻ എൻ്റെ പ്രിയന്റെ കൂടെ, ചാരുന്നു ഞാൻ എന്നും പ്രിയന്മാർവതിൽ. ഞാൻ എൻ്റെ പ്രിയന്റെ മുഖം കാണുന്നു, അവനോട് എനിക്കേറ്റം പ്രിയമാകുന്നു. അടിപൊളി. ഈ ഒരു ദേവവിളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളെ കാണുന്നവർ ദൈവത്തെയാണ് കാണുന്നത് അല്ലേ? ദൈവത്തിൻ്റെ ഒരു ഷാഡോ, ദൈവത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ, പ്രതിപുരുഷൻ. ഞങ്ങളെല്ലാവരും ആ ഒരു ഷാഡോ ആവാൻ യെസ് പറഞ്ഞത് ആക്ച്വലി ദൈവത്തിൻ്റെ ഷാഡോ, ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നാണ് ആക്ച്വലി എല്ലാവരും ആ ഒരു മൊമെന്റിലേക്ക് വന്നത്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ. തീർച്ചയായും ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മൊമെൻ്ററി ഡിസിഷൻ അല്ല. ഇതിന് മുന്നിൽ ഒത്തിരി പ്രോസസ്സ്. എന്നെ സംബന്ധിച്ച് തന്നെ എനിക്കറിയാം, ഒരു വർഷത്തോളം ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ആരും കാണാതെ ഇങ്ങനെ നമ്മൾ പള്ളിയിൽ തന്നെ ഒരു വർഷത്തോളം ഇരുന്നിട്ട്, അപ്പോൾ ആ സമയത്ത് ഇതൊരു പ്രൊവിഡൻഷ്യലാന്ന് തന്നെ പറയാം. ആ സമയത്ത് എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പാട്ട് ചേച്ചിയുടെ പാട്ടാണ്. ചേച്ചി പാടിയ പാട്ടാണ് ബിനോജ് അച്ഛൻ്റെ എന്തൊരത്ഭുതമാണ്. അപ്പോൾ അതിലൊരു വേർഡ്സൊക്കെ ഉണ്ട്. നിന്നെ നോക്കിയിരിക്കാനേ കഴിയുന്നുള്ളൂ, നിൻ സ്നേഹമോർത്തു കരയാനേ ആകുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ഇത് തന്നെയാണ് ശരിക്കും ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് ദിവ്യകാരുണ്യ ഈശോനെ നോക്കി ഇങ്ങനെ ഇരിക്കാനേ കഴിയുന്നുള്ളൂ, വെറുതെ നോക്കിയിരുന്ന് കരയാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ പല ഡിസിഷൻസും നമുക്ക് എൻ്റെ പ്ലാൻ അനുസരിച്ച് എടുക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ദിവ്യകാരുണ്യ ഈശോ ഗൈഡഡ്. അതിലെന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്ത് മരിയവിയാനയുടെ ജീവിതം കേട്ടോ. ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒത്തിരി സമയം പോയിരുന്നിട്ട് ആഴ്സ് എന്നൊരു പട്ടണത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്തിയെന്ന് പറയുന്നത് ശരിക്കും അത് ഭയങ്കര ചലഞ്ചായിരുന്നു. ഈശോ അടുത്ത് ഇരിക്കാൻ നമ്മൾ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര സ്ട്രെങ്ത് കിട്ടുമല്ലോ അല്ലേ? ആ സമയത്ത് അപ്പോൾ നമുക്കൊക്കെ ജീസ്യൂത്തിൽ തന്നെ കണ്ടംപററി ആയിട്ട് ഭയങ്കര മോഡൽസ് ഉണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് അജ്ന ചേച്ചി ശരിക്കും ഇപ്പോൾ അജ്ന ചേച്ചിയെ പറ്റിയുള്ള പുസ്തകം നമുക്കറിയാം, ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്നുള്ള പേരിൽ ഉള്ള പുസ്തകങ്ങളൊക്കെ വൈറലായി. പക്ഷേ ശരിക്കും ഈശോയോട്, ദിവ്യകാരുണ്യ ഈശോയോട് കുർബാനയിൽ എല്ലാ ദിവസവും നമ്മൾ പോകുന്നതിൻ്റെ ആ ഒരു എനർജിയും ആ ഒരു സംഭവമൊക്കെ നമുക്ക് എത്രമാത്രം നമ്മുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ്ഡ് ആണെന്ന് അജ്ന ചേച്ചി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ജീസസ് യൂത്ത് എന്നൊരു കുടുംബത്തിൽ നിന്നാണ് അജ്നയും അവളുടെ വിശ്വാസം ആർജിച്ചെടുത്തത് എന്നത് ഭയങ്കര ഒരു ഫാക്ടറാണ് അല്ലേ? അജ്ന വലിയൊരു ഫാക്ടറാണ് നമ്മുടെയൊക്കെ ലൈഫുകളിൽ. അജ്നയെ പോലെയുള്ള നിരവധി ജീവിതങ്ങൾ. എനിക്ക് തോന്നുന്നു ഇനിയുള്ള നിങ്ങളുടെ വിശേഷങ്ങൾ അവളുടെ അടുത്ത് നിന്ന് നമുക്ക് തുടരാം അല്ലേ? അപ്പൊ നമുക്കൊന്ന് ചെന്നാലോ അജ്നയുടെ അടുത്ത്? വിശേഷങ്ങൾ നമുക്ക് ഇനി ബാക്കി അവിടെ ആവാം.
പരിചയമുണ്ടല്ലേ അച്ഛനെ നേരത്തെ തന്നെ? ആ, ചെറുതായിട്ട്. ചേച്ചീനെ എനിക്ക് അറിയാവുന്നത് കുറച്ചും കൂടെ ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതിന് മുമ്പാണ്. ഞങ്ങൾ ജീസസ് യൂത്തിൽ ഒരുമിച്ചാണ് ചേച്ചിയും ഞങ്ങൾ മിനിസ്ട്രിയിൽ ആക്റ്റീവ് ആകുന്നത്. ഞാൻ ഓഡിയോ വിഷ്വൽ, ഇന്ന് തിയേറ്റർ മിനിസ്ട്രി എന്ന് പറയും. ചേച്ചി മ്യൂസിക് മിനിസ്ട്രിയിലായിരുന്നു. ചേച്ചി വരുന്നതൊക്കെ SOS എന്ന് പറഞ്ഞൊരു മ്യൂസിക് പ്രോഗ്രാമിന് വേണ്ടിയൊക്കെയായിരുന്നു. അന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പം ക്യാമ്പസിൽ ഞങ്ങൾ ക്യാമ്പസ് മിനിസ്ട്രിയിലും ടീംസ് മിനിസ്ട്രിയിലും ആക്റ്റീവ് ആകുമ്പം നമ്മളിങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മിനിസ്ട്രി ചെയ്യുന്നു, സന്തോഷിക്കുന്നു, എല്ലാം കർത്താവിനെ പുകഴ്ത്തുന്നു, ഇങ്ങനെ ഈശോയിൽ ലയിച്ച് ജീവിച്ച് എൻജോയ് ചെയ്യുന്ന സമയങ്ങൾ, ഇങ്ങനെ സഹനങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഞങ്ങൾ നൗഷേറ്റിൽ, ഞാനും ജെർലച്ചനൊക്കെ ഒരുമിച്ചായിരുന്നു. നൗഷേറ്റിലായിരുന്നപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല? ഒന്നും അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു ഈശോയുടെ പ്രിയപ്പെട്ട ഒരു മകള് വളരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇത് വന്നതും രോഗം വന്നതും നെറ്റ് കിട്ടിയതോ ഒന്നും അറിയാണ്ടുള്ളൊരു സെമിനാരി ലൈഫിലായിരുന്നു ഞങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങി. വെക്കേഷൻ വരുമ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ നമ്മൾ ഡെത്ത് ആനിവേഴ്സറിക്ക് വരും, ബർത്ത്ഡേ ആണ് നമ്മൾ കൂടുതൽ ആഘോഷിച്ചിരുന്നത്. അപ്പോൾ ഈശോയിൽ ലയിച്ച് ജീവിച്ച ഒരു ചേച്ചി എപ്പോഴും പറയും. ഞാനപ്പം എൻ്റെ പട്ടത്തിൻ്റെ സമയത്ത് ഞങ്ങൾ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്ന വിശുദ്ധരോട് ഓരോ ഗിഫ്റ്റ് കൊണ്ടുവരാൻ പറയും, ഞങ്ങൾ പേഴ്സണൽ ഇഷ്ടമുള്ള വിശുദ്ധരോട്. അതുപോലെ ഞാൻ അജന ചേച്ചി വിശുദ്ധരായിട്ടില്ലെങ്കിലും ചേച്ചിയെടുത്ത് പറഞ്ഞു യൂക്കറിസ്റ്റിക് ഡിവോഷനായുള്ള ഗിഫ്റ്റ് എനിക്ക് വേണ്ടി കൊണ്ടുവരണമെന്ന് ഞാൻ ചേച്ചിയോട്. അങ്ങനെ ഒരു ബന്ധം ചേച്ചിയായിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞിട്ടുള്ള അജന ചേച്ചി. അത് വലിയൊരു കാര്യം അല്ലേ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉള്ളൊരു ബന്ധം. ഇപ്പോൾ എനിക്കും അഖിലച്ഛനും ഒക്കെ എനിക്ക് തോന്നും അതിനുശേഷം അജന എന്നൊരു വ്യക്തി ജീവിച്ച് മരിച്ചതിന് ശേഷമാണ് ആ ഒരു പരിചയം ഉണ്ടാകുന്നത്. അജനെ കാണുമ്പോൾ, അജനയുടെ പിക്ചർ കാണുമ്പോൾ എപ്പോഴും ഒരു ജോയ് ആണല്ലേ. എനിക്ക് ഈ ഒരു വചനം ഓർമ്മ വരുന്നത്, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളും നന്ദി പറയുവിൻ. ജെർലച്ചനും നല്ലൊരു പരിചയമുണ്ട്. എനിക്ക് ഇത്ര ഡയറക്റ്റ് ആയിട്ടുള്ള പരിചയമില്ല, പക്ഷെ എന്നാലും ഞാൻ കൂടുതലും അജ്നയുടെ ഫ്രണ്ട്സിൽ നിന്നും അജ്ന ചേച്ചിയുടെ ജീവിതം വായിക്കുന്നതിൽ നിന്നൊക്കെയാണ് കൂടുതൽ പരിചയപ്പെട്ടിട്ടുള്ളത്. പിന്നെ ജീസൂത്ത് പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ഇതിന് മുൻപ് പല വേദികളിൽ ഒരുമിച്ച് വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ചേച്ചി എപ്പോഴും നമുക്കൊരു ചലഞ്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിനാരിലൊക്കെ ഇപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നത് നമുക്കറിയാം, ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഒരു വൈദികനായിരിക്കുമ്പോഴും ആ ഒരു പ്രീസി ലൈഫ് ജീവിക്കാനായിട്ട് ഏറ്റവും ചലഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ രോഗാവസ്ഥയെ പോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വായിക്കുന്നത് പല ആർട്ടിക്കിളിലൊക്കെ വായിച്ചത് ശരിക്കും ചലഞ്ചിങ് ആണ്. മരിക്കാനായിട്ട് ബെഡിൽ കിടക്കുമ്പോൾ പോലും ആ ഇടവകയിലെ വൈദികനെ പോലും ചലഞ്ച് ചെയ്ത് ഫ്ലൂയിഡ് രൂപത്തിൽ പോലും ദിവ്യകാരുണ്യം ഈശോനെ സ്വീകരിക്കാനായിട്ട് കാണിക്കുന്ന ഒരു തീഷ്ണത, ശരിക്കും വൈദികരായിട്ട് നിൽക്കുമ്പോൾ ഈശോനെ നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ട് നമ്മുടെ ലൈഫ് ഡെയിലി ജീവിക്കാനായിട്ടുള്ളൊരു പ്രചോദനം നൽകുന്ന ചേച്ചിയാണ്. അഖിലച്ഛൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ്? അജന ചേച്ചിയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് അജന ചേച്ചിയെക്കുറിച്ച് എഴുതിയ ആ ബുക്ക് വായിച്ചിട്ടാണ്. ആ ബുക്ക് വായിച്ച സമയങ്ങളിൽ എന്നെ ഏറെ സ്പർശിച്ച കാര്യം, അത്ര പെട്ടെന്നൊന്നും എനിക്ക് ആ ബുക്ക് വായിച്ച് തീർക്കാൻ പറ്റിയില്ല. ഓരോ ചാപ്റ്റർ വായിക്കുമ്പോഴും ഈ ഒരു ലൈഫ് ജെർലച്ചൻ പറഞ്ഞതുപോലെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്ത സമയങ്ങളായിരുന്നു. ചേച്ചിയുടെ ഓരോ ചാപ്റ്ററും ഓരോ നിമിഷവും ചേച്ചി ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ദിവ്യകാരുണ്യത്തിന് വേണ്ടി എടുത്ത ആ ഒരു ജീവിതത്തിലെടുത്ത അത് കൊടുത്ത വില, അതൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരു കാര്യം. ശരിക്കും എത്ര തവണ ആ ഒരു നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പം ആ ബുക്ക് വായിക്കുന്ന സമയങ്ങളിൽ കണ്ണുനീര് വന്ന സമയങ്ങൾ പോലും ഉണ്ട്. ശരിക്കും എങ്ങനെ ഈശോയെ സ്നേഹിക്കാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം അത് ഒത്തിരി ചിന്തിപ്പിച്ച കാര്യമാണ്. നമുക്ക് ആക്ച്വലി അജന ചേച്ചിയുടെ കൂടെ ഒരു പാട്ട് പാടാൻ കറക്റ്റ്. തീർച്ചയായും അതെ, അജൻ അത് കേൾക്കുന്നുണ്ടാവും, സ്വർഗത്തിലിരുന്ന് ഈ പാട്ടിൽ നമ്മുടെ കൂടെ പാടുന്നുണ്ടാവും. യെസ്, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ അച്ഛാ? നീ എൻ്റെ പ്രാണനല്ലോ, നിത്യജീവന്റെ മാർഗമല്ലോ, നീ എൻ്റെ പ്രാണനല്ലോ, നിത്യജീവന്റെ മാർഗമല്ലോ, നിന്നിൽ ചിരം വസിക്കാൻ എന്നെ നിന്റേതായി മാറ്റിയിടുവാൻ, നിന്നിൽ ചിരം വസിക്കാൻ എന്നെ നിന്റേതായി മാറ്റിയിടുവാൻ, ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൽ നാഥനായി, സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ.
ഇന്നത്തെ ദിവസം ഭയങ്കര എന്താ പറയുക, ഒരു ബ്ലെസ്സഡ് മൊമെൻ്റ് ആയിരുന്നു. നമ്മൾ മാതാവിൽ നിന്ന് തുടങ്ങി ഇതിപ്പോൾ വന്നിരിക്കുന്ന ഈശോയുടെ അടുത്താണ്. അപ്പം താങ്ക് യു ഫോർ ഹാവിങ് എസ്. ഞങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണം. നമ്മുടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ദൈവജനത്തിൻ്റെ നിലവിളിക്കുള്ള പ്രത്യുത്തരമാണ് ഓരോ ദൈവവിളി. ആക്ച്വലി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വി നീഡ് യുവർ പ്രേയേഴ്സ്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ ന്യൂ ജൻ പ്രീസ്റ്റിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ഓർക്കുക. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. താങ്ക് യു ഫോർ ഹാവിങ് എസ്. ഞാൻ എൻ്റെ പ്രിയന്റെ മുഖം കാണുന്നു, അവനോട് എനിക്കേറ്റം പ്രിയമാകുന്നു. പോകുന്നു ഞാൻ എൻ്റെ പ്രിയന്റെ കൂടെ, ചാരുന്നു ഞാൻ എന്നും പ്രിയന്മാർ വതിൽ. പോകുന്നു ഞാൻ എൻ്റെ പ്രിയന്റെ കൂടെ, ചാരുന്നു ഞാൻ എന്നും പ്രിയന്മാർ വതിൽ. ഞാൻ എൻ്റെ പ്രിയന്റെ മുഖം കാണുന്നു.